മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ SFIയുടെ കുറ്റപത്രത്തിൻ്റെ മറ്റൊരു പീസ് എത്തിയിട്ടുണ്ട്. ഇന്നലെ CMRL ഫണ്ട് ഉപയോഗിച്ച് വായ്പാ തിരിച്ചടവ് നടത്തിയെന്ന ബ്രേക്കിങ്ങിന് ശേഷം ഇന്നത്തെ ഞെട്ടിക്കുന്ന ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ അതേ കുറ്റപത്രത്തിൽ നിന്ന് വീണ വിജയൻ സേവനമില്ലാതെ പണം കൈപ്പറ്റി എന്ന് സമ്മതിച്ചു അത്രേ. എന്തേ ഇന്നലെ സമ്മതിച്ചില്ലായിരുന്ന? ഇന്നലെ ഈ വാചകം ആ കുറ്റപത്രത്തിൽ ഇല്ലായിരുന്ന? ഇന്നലെ വേറൊരു ബ്രേക്കിംഗ്, ഇന്ന് വേറൊരു ബ്രേക്കിംഗ്. അതായത് പെഹൽഗാം വിഷയം കത്തി നിൽക്കുമ്പോഴും സംസ്ഥാനത്ത് ഈ വിഷയം വിട്ടുകളയല്ലേ, ഇവിടെ രാഷ്ട്രീയം വന്നിരിക്കുന്നേ, അതുകൊണ്ട് ഓരോ ദിവസം ഓരോ അലുവ പീസായിട്ട് പുറത്തേക്കിടണം, എന്നിട്ട് അതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മകൾക്കോ സംസാരിക്കാനുള്ള സമ്മർദ്ദമുണ്ടാക്കണം. ഇതാണ് മാപ്രകളെ വച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസി എന്ന രീതിയിൽ BJP സംസ്ഥാന അധ്യക്ഷനും RSS സംഘവും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. അവർ RSS സംഘം വാർത്ത കൊടുക്കുന്നു, കോൺഗ്രസ് സംഘം പ്രതികരിക്കുന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. ഒരു കുറ്റപത്രം കൊടുത്തിട്ട് ഏകദേശം ഒരാഴ്ചയിലേറെയായി. അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെ കുറ്റപത്രം ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു. ഒന്നിനും തെളിവില്ല. എന്നിട്ട് മാധ്യമങ്ങളിലൂടെ വാർത്ത വരുത്തുക, ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക, അവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി.